നമസ്കാരം. വി ഡി സതീശന്റെ യാത്ര അവസാനിക്കാറായതോടെ കോൺഗ്രസ് പാർട്ടി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് നടക്കുന്നു. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനുമൊന്നും കൂടുതൽ സീറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കാനുള്ള ആലോചന ശക്തമാണ്. ഏതാണ്ട് 50ഓളം സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സീറ്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിത്വത്തോടെ പെരുമാറിയില്ലെങ്കിൽ ജയിക്കാവുന്ന പല സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ്. അധികാര പിടിവലിയുടെ ഭാഗമായി സ്ഥാനാർത്ഥി മോഹികളെ പലരും അവരവരുടെ താല്പര്യത്തിന് അനുസൃതമായി വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ വലിയ തോൽവിയാവാം. 3 സീറ്റുകളുടെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ സീറ്റ് ആറന്മുളയാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഏറെ പിന്നോട്ടടിച്ച വീണ ജോർജ് തോൽക്കണമെന്നത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു മിനിമം ആവശ്യമാണ്. വീണ ജോർജിന് വോട്ട് ചെയ്യാൻ പാർട്ടിക്കാർ പോലും ഒരുക്കമല്ല എന്ന് തീർച്ചയാണ്. ഇക്കുറി വീണ ജോർജ് തോൽക്കുമെന്നത് പൊതുവെ ഒരു നിഗമനമായി മാറിയിരിക്കുന്നു. വീണയുടെ തോൽവിക്ക് വേണ്ടി കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിലെ കഴുത്തുളുപ്പ് നാടകം കൂടി പൂർത്തിയായതോടെ വീണയെപ്പോലെ കപടനാട്യക്കാരിയായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവരുതേ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആർക്കാണ് കൂടുതൽ വിജയസാധ്യത എന്ന് പരിഗണിച്ച് അവരെ പരിഗണിക്കുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് തിരിഞ്ഞും മഗധം തിരിഞ്ഞുമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പിടിവലി തുടരുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് അവിടെ അബിൻ വർക്കിയെ മത്സരിപ്പിക്കണമെന്നാണ്. അബിൻ വർക്കി യോഗ്യതയുള്ള നേതാവാണെന്ന് തീർച്ച. എന്നാൽ അബിൻ വർക്കി എന്ന കോലഞ്ചേരിക്കാരനെ ആറന്മുളയിൽ പരിഗണിക്കുന്നതിനോട് പ്രാദേശികമായി പത്തനംതിട്ടക്കാർക്ക് എതിർപ്പുണ്ട്. മാത്രമല്ല ഓർത്തഡോക്സ് സഭയുടെ വോട്ട് അബിനാണോ അതോ വീണ ജോർജിനാണോ കിട്ടുക എന്നത് ശ്രദ്ധേയമാണ്. വീണ ജോർജിന്റെ ഭർത്താവിനെ ഓർത്തഡോക്സ് സഭയിൽ സ്വാധീനമുള്ളതുകൊണ്ട് തുമ്പമൺ ഭദ്രാസന മെത്രാനെ നിയമിച്ചതിൽ പോലും പങ്കുള്ളതുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ വീണയ്ക്കാണെന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ അബിൻ വർക്കി മിടുക്കനാണെങ്കിലും ആറന്മുളയിൽ മത്സരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വോട്ട് കിട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ അബിൻ വർക്കി ഒരുപക്ഷെ തോൽവി സ്വീകരിച്ചെന്ന് വരാം. മാത്രമല്ല അവിടെ മതപരമായ ജാതീയമായ ഒരു വേർതിരിവിനുള്ള സാധ്യത പോലുമുണ്ട്. അബിൻ വർക്കി ഒഴിവാക്കണമെന്നല്ല, അബിൻ വർക്കി ഫിറ്റാണോ എന്ന് പരിശോധിക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതേസമയം വി ഡി സതീശൻ പറയുന്നത് വിജയ് ഇന്ദുചൂഡനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്. വിജയ് ഇന്ദുചൂഡൻ്റെ മകനാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ജനപ്രീതിയുണ്ട്. ചെറുപ്പക്കാരനാണ്, ആളുകൾക്ക് താല്പര്യമുണ്ട്. ഹിന്ദു വോട്ടുകളെ കൂടുതലായി സ്വാധീനിക്കാൻ പറ്റും. അതേസമയം എല്ലാ വോട്ടുകളെയും ഏകീകരിക്കാൻ കഴിയും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി വിജയ് ഇന്ദുചൂഡനാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം കെ സി വേണുഗോപാൽ പറയുന്നത് പഴകുളം മധുവിനെ എവിടെ സീറ്റ് കൊടുക്കും, അതുകൊണ്ട് ആറന്മുള കൊടുക്കാം എന്നാണ്. ഈ 3 സ്ഥാനാർത്ഥികളോടും വിയോജിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആദ്യം ആറന്മുളയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഇവിടെയുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് പൊതുസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വീണ ജോർജ് വിജയിച്ചെന്ന് വരും. വീണ ജോർജ് വിജയിക്കുന്നത് കേരളീയ സമൂഹത്തിന് താങ്ങാൻ കഴിയുമോ? കേരളം കണ്ട ഏറ്റവും കപട നാട്യക്കാരനായ മന്ത്രി കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച പി രാജീവാണ്. പി രാജീവിനെ പോലെ കള്ളം പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരാൾ ഈ മന്ത്രിസഭയിൽ ഇല്ല. സൗമ്യമായി സംസാരിക്കും, പുഞ്ചിരിക്കും, എന്നാൽ നുണ മാത്രമേ പറയൂ. അദ്ദേഹം വ്യവസായത്തിനെതിരാണ്, പക്ഷേ വ്യവസായ മന്ത്രിയാണ്. ആരോടും പകയില്ലെന്ന് പറയും, പക്ഷേ പക വീട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും. മക്കളെ വലിയ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കും. പൊതുവിദ്യാഭ്യാസത്തിന് പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഭാര്യയ്ക്ക് ഇസ്രയേലിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങാം, പക്ഷേ ഇസ്രയേൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിനെ വ്യാവസായികമായി പിന്നോട്ട് തള്ളി നുണ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന നേതാവാണ് പി രാജീവ്. പക്ഷെ സൗമ്യമായ പെരുമാറ്റം, പുഞ്ചിരി ഇവ കൊണ്ട് പി രാജീവ് സ്വീകാര്യനാണ്. പി രാജീവ് എന്ന കപടനാട്യക്കാരനെ തോൽപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ ഭാവിക്കും വളർച്ചയ്ക്കും അനിവാര്യമാണ്. എന്നാൽ മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ പോകുന്നത് ഇക്കുറിയും ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ കഴിഞ്ഞ തവണ തോറ്റുപോയ അബ്ദുൽ ഗഫൂറിനെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇബ്രാഹിം കുഞ്ഞിന് നാട്ടുകാരോട് ബന്ധമുണ്ടായിരുന്നു, എല്ലാ സമുദായത്തിൽ നിന്നും വോട്ട് കിട്ടുമായിരുന്നു. എന്നാൽ അബ്ദുൽ ഗഫൂറിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അവിടെ വിജയസാധ്യതയുള്ള ജനങ്ങൾ അറിയുന്ന ഒരു നേതാവിനെ കൊണ്ടു നിർത്തി ആ സീറ്റ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലീഗ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഉറപ്പായും തോൽപ്പിച്ചെടുക്കാവുന്ന ഒരു സീറ്റായിരിക്കും UDF നഷ്ടപ്പെടുക. പിണറായി തരംഗം ആഞ്ഞു വീശിയിട്ടും പി രാജീവിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 15,336 വോട്ട് മാത്രമായിരുന്നു എന്നോർക്കണം. ആ 15,000 വോട്ട് കുറയ്ക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ വിജയസാധ്യതയുള്ള മിടുക്കരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ലീഗിന് കിട്ടില്ലെങ്കിൽ
കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുത്ത് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കി ലീഗിന് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലം ചോദിച്ചു മത്സരിക്കണം. അല്ലെങ്കിൽ UDF നഷ്ടപ്പെടാൻ പോകുന്നത് കളമശ്ശേരി എന്ന ഉറപ്പായും ജയിക്കേണ്ട മണ്ഡലമാവും. ഇനി നമുക്ക് തളിപ്പറമ്പിലേക്ക് പോവാം. തളിപ്പറമ്പ് എക്കാലത്തും ഒരു തവണ ഒഴികെ എക്കാലത്തും CPM കുത്തക സീറ്റാണ്. തളിപ്പറമ്പിൽ CPM തോൽപ്പിക്കാൻ അസാധ്യമാണെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ പിണറായി വിരുദ്ധ CPM വിരുദ്ധ ഒരു വികാരം ഈ നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ചാൽ തളിപ്പറമ്പിലും തോൽപ്പിക്കാവുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതിന് ഉദാഹരണമായി കാണേണ്ടത് ബേപ്പൂരാണ്. ബേപ്പൂരിൽ ഒരിക്കലും CPM തോൽപ്പിക്കാൻ ആവില്ല എന്ന് കരുതപ്പെടുമ്പോൾ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കും എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുകയാണ്. PV അൻവർ കാണിച്ച അതേ തൻ്റെ ഇടത്തോടെ ഏതെങ്കിലും ഒരു നേതാവിനെ നേരത്തെ ഇറക്കിയാൽ തളിപ്പറമ്പിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പകരം തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിരുന്ന ശ്യാമള വളരെ കുപ്രസിദ്ധയാണ് എന്നെല്ലാവർക്കും അറിയാം. പെരുമാറ്റത്തിലെ അഹങ്കാരം കൊണ്ട് പാർട്ടിക്കാർക്ക് പോലും വെറുപ്പുള്ളയാളാണ് ശ്യാമള. ആന്തൂറിലെ സാജൻ എന്ന CPM കാരനായ ഒരു സംരംഭകൻ ശ്യാമളയുടെ തലതിരിഞ്ഞ നിലപാട് കൊണ്ട് ജീവൻ ഒടുക്കിയത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ അതൃപ്തി പാർട്ടിക്കാർക്കിടയിൽ പോലുമുണ്ട്. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ഒഴിഞ്ഞ സീറ്റിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുന്നു എന്നത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് തളിപ്പറമ്പിലെ പാർട്ടിക്കാർ. ശ്യാമളയെ തോൽപ്പിക്കണമെന്ന ആഗ്രഹം പാർട്ടിക്കാർക്ക് പോലുമുണ്ട്. അങ്ങനെ ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവിടെ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ കാലേക്കൂട്ടി കണ്ടെത്തി കളത്തിലിറക്കണം. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ കോൺഗ്രസിനെ തളിപ്പറമ്പ് കീഴടക്കാവുന്നതേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവ് 2016 ജെയിംസ് മാത്യു 40,612 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ പിണറായി തരംഗം ആഞ്ഞു വീശിയ 2021 MV ഗോവിന്ദൻ കേവലം 22,689 വോട്ടിനാണ് ജയിച്ചത്. എന്ന് വെച്ചാൽ ജെയിംസ് മാത്യു നേടിയതിൻ്റെ പകുതിയോളം ഭൂരിപക്ഷം മാത്രമേ ഗോവിന്ദൻ മാഷിക്ക് കിട്ടിയുള്ളൂ. ഈ ശ്യാമളയ്ക്കെതിരെയുള്ള നെഗറ്റീവ് തരംഗം മൂലം 22,000 വോട്ട് കുറയ്ക്കുക പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് ഇറക്കണമെന്ന് മാത്രം. ശ്യാമളയും വീണയും P രാജീവും ഒക്കെ ജയിച്ചാൽ UDF അധികാരത്തിൽ വന്നാൽ പോലും അത് വീഴ്ചയായി വിലയിരുത്തപ്പെടും. കാരണം ജനങ്ങൾ ഉറപ്പായും തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളെ തോൽപ്പിക്കാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ജനം ചോദിക്കും.